Good afternoon, ma'am. Good afternoon. Afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. കുറെ പേര് ലേറ്റ് ആയിട്ടാണല്ലോ കഴിക്കുന്നേ. ഹരിതയുടെ Ma'am, കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ കഴിഞ്ഞ ദിവസം? Yes, ma'am. ഓക്കെ. എന്തായിരുന്നു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്പെഷ്യൽ ആയിട്ടൊന്നും ബിരിയാണി, വൈകിട്ട് ബിരിയാണി ആയിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് ലഞ്ച് ആയിരുന്നു. അല്ലാതെ അതെ. ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. എന്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ആ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നല്ലായിരുന്നോ? ആ ഓക്കെ. എത്ര വയസ്സായി കുട്ടിക്ക്? 5 വയസ്സ്. 5 വയസ്സ്. 5 വയസ്സ് അല്ലേ? ഷാനി ഫിറോസ് എന്താ പറയാൻ വന്നേ? മാം ഭക്ഷണം കഴിച്ചാലില്ലേ വയറ് ആ. നിറഞ്ഞ പിന്നെ ഉറക്കം വരും. അപ്പൊ അതുകൊണ്ടാണ് കഴിക്കാത്തത്. പിന്നെ ക്ലാസ് ഓ കാണാനുള്ള മൂഡ് ഉണ്ടാവില്ല. അങ്ങനെയല്ലേ? ഓക്കെ. അതുകൊണ്ടാണല്ലേ? എന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ കഴിക്കാതിരുന്നാല്? സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഇരട്ടി വിശപ്പാവില്ലേ ഒരു സമയം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാല്? ഇല്ല മാം, ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആക്കിയാൽ മതി. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. കുഴപ്പമുണ്ടാവില്ല. ഞാൻ കഴിച്ചു. ഞാൻ കഴിച്ചു കേട്ടോ. ഓക്കെ. അപ്പൊ മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ അറിയില്ല അനില എക്സാമിന്റെ ഡേറ്റ് വന്നു. വന്നോ? എത്രാം തീയതിയാണ്? ഫെബ്രുവരി 10. 10-ാം തീയതി. ഫെബ്രുവരി 10-ാം തീയതിയോ? 10. ഓക്കെ ഓക്കെ. എന്നാണത്? 10-ാം തീയതി എന്നാ? 10-ാം തീയതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച അല്ലേ? എന്താ മാം, ഇതിലില്ലേ ഹോസ്പിറ്റൽ വാർഡ് മാം അല്ലേ എടുത്തിരുന്നത്? അതെ. അത് ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ അതെന്ത് പറ്റി? ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അതിപ്പോ നമ്മളിപ്പോഴാണ് ഒന്ന് പഠിക്കാൻ തുടങ്ങിയത്. വായിക്കാനും പഠിക്കാനൊക്കെ തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പൊ അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുമ്പോൾ. അപ്പൊ പറ്റുകയാണെങ്കിൽ മാഡം ഇപ്പോഴല്ല, ലാസ്റ്റ് ഇത്തിരി ടൈം ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊന്നും കൂടി ഒന്ന് എടുത്തെന്ന് നന്നായിരുന്നു. ഞാൻ എടുത്തു തരാം. നോക്കട്ടെ കേട്ടോ. എടുത്തു തരാം. ആ ഡ്യൂട്ടീസ് അല്ലേ പേഷ്യന്റ് റിലേഷൻ ഓഫീസറുടെ ഒക്കെ അല്ലേ? അത് കുട്ടികളുടെ ഇടയ്ക്ക് പറയാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരാറുണ്ടോ? അങ്ങനെ അത് വന്നിട്ടുണ്ടോ? വരുന്നുണ്ട് മാം. അതെന്താണെന്നറിയോ, ഈ വാർഡ് ക്ലർക്കിന്റെ ഡ്യൂട്ടിയും പിന്നെ പേഷ്യന്റ് കെയർ എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ബാക്കി ഏരിയ ഒക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വാർഡിലെ? ബാക്കിയുള്ളതൊക്കെ ഓക്കെയാണ്. ഓക്കെ ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ പറഞ്ഞു തരാം. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? Good afternoon, ma'am. Good afternoon. മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെയിറ്റിംഗ് മോർച്ചറി വരെയാണ് എടുത്തത് അല്ലെ? ഓർമ്മയുണ്ടോ വെയിറ്റിംഗ് മോർച്ചറി പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി ആണ് കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി. സോ ഞാനതൊന്ന് വായിക്കാം. A hospital mortuary is situated within a hospital, a care center, a hospice or retirement home. It employs salaried personnel called mortuary, disinfection service agents or morticians. Hospital mortuaries are part of hospital services. A hospital mortuary may be delegated as an autopsy site for forensic purpose. Okay. അതായത് ഒരു ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മോർച്ചറിയാണ്. അതായത് ഒരു കെയർ സെന്ററിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെന്ററിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഹോമിന്റെ ഭാഗമായിട്ടോ ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഈ മോർച്ചറിയില് ജോലി ചെയ്യുന്ന ജീവനക്കാരനെ വിളിക്കുന്ന പേരാണ് ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ്. ഇപ്പൊ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുക കേട്ടോ. ഏതെങ്കിലും ഒന്ന് വരും നിങ്ങൾക്ക്. മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നതും ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ് എന്ന് പറയുന്നതും ഏജന്റ് എന്ന് പറയുന്നതും ആരും തന്നെയാണ്? മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ്. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലെ സേവനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ മോർച്ചറി ചില സമയത്ത് ഫോറൻസിക് പർപ്പസിന് ഓട്ടോപ്സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ മോർച്ചറി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോ ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ആശുപത്രിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു മോർച്ചറിയാണ്. ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കെയർ സെന്ററിന്റെ ഭാഗമായിട്ട് ഹോസ്പിസിന്റെ ഭാഗമായിട്ട് റിട്ടയർമെന്റ് ഹോമിന്റെ ഭാഗമായിട്ടൊക്കെ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ വിളിക്കുന്ന പേരാണ് മോർട്ടീഷ്യൻസ് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്ന് വിളിക്കുന്നു. പിന്നെ ഹോസ്പിറ്റൽ മോർച്ചറി ഫോറൻസിക് ഓട്ടോപ്സി അതായത് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് in rural areas where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. വിസിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സറൗണ്ടിങ്സ് കേട്ടോ. ആ ഒരു രീതിയിൽ അതിന് നമുക്ക് മീൻ ചെയ്യാവുന്നതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളില് റൂറൽ ഏരിയാസില് ശവം അടക്കം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ സമീപത്തുള്ള അതായത് ആ ഒരു ഗ്രാമപ്രദേശത്തിന് അടുത്തായിട്ടുള്ള ഹോസ്പിറ്റലില് എന്ത് ചെയ്യുന്നു? കുറച്ച് ഫീസ് ഈടാക്കി ആ ബോഡി സൂക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ ഗ്രാമപ്രദേശങ്ങളില് ബറിയലിനുള്ള സംവിധാനങ്ങൾ ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളില് നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കുന്നു. നമുക്കറിയാം ചില ഗ്രാമപ്രദേശങ്ങളിൽ ചില ഏരിയാസിലൊന്നും സ്ഥലം ഉണ്ടാവില്ല. അതായത് വളരെ കൺജസ്റ്റഡ് ആയിട്ട് താമസിക്കുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? ഒട്ടും തന്നെ അതായത് കുറച്ച് സ്ഥലത്തൊക്കെ വീട് വെച്ച് താമസിക്കുന്ന ആളുകളില്ലേ, അല്ലെ? അപ്പൊ അവിടെ എന്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല? വലിയ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെ? ഒരു അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ബറിയലിനുള്ള ഫെസിലിറ്റീസ് അടക്കം ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. എന്നാൽ ചെറിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ കോളനി പോലുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ എന്തുണ്ടാവില്ല? അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല. അവർ വീട് വെച്ചിരിക്കുന്നത് ആ സ്ഥലത്ത് മാത്രമായിരിക്കുള്ളൂ, ചുറ്റുപാടൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാറില്ല? ബറിയൽ നടത്താറില്ല. അപ്പൊ ആ സമയത്ത് കുറച്ച് സമയമെങ്കിലും മോർച്ചറിയിലാണ് ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് ഫീസ് ഈടാക്കാറുണ്ട്. അതായത് വളരെ കുറച്ച് എമൗണ്ടില് ഫീസ് ഈടാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഈ ബോഡി കെപ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല് എന്താണ്? ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന സ്ഥലമാണ്.
അത് പലതരത്തില്, അതായത് ഹോസ്പിറ്റലിൽ, അതായത് കെയർ സെന്ററിന്റെ ഭാഗമായിട്ട് അത് പ്രവർത്തിക്കാം, ഹോസ്പിറ്റൽ സെന്ററിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. ഹോസ്പിറ്റൽ സെന്റർ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ തന്നെയാണ് കേട്ടോ. റിട്ടയർമെന്റ് ഹോമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പ്രവർത്തിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറഞ്ഞോട്ടെ ഞാൻ, പ്രൈവറ്റ് മോർച്ചറി. ഓക്കെ, private mortuary. Private mortuary is a private structure to receive remains waiting for burial or cremation. Okay, എന്താണ് പ്രൈവറ്റ് മോർച്ചറി? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞ പേരിൽ തന്നെയുണ്ട്, സ്വകാര്യ മോർച്ചറികളാണ് അല്ലെ? സ്വകാര്യ വ്യക്തികളുടെ നേതൃത്വത്തിലുള്ള മോർച്ചറിയാണ് എന്ത്? പ്രൈവറ്റ് മോർച്ചറി. അവിടെ ജോബ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? മോർട്ടീഷ്യൻസ് എന്ന് പറയും കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ജോലി ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് മോർട്ടീഷ്യൻസ്, അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ഏജന്റ് എന്ന് പറയും കേട്ടോ. അപ്പൊ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുക. ഓക്കെ, എ പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബറിയൽ ഓർ ക്രിമേഷൻ. അതായത് ശവസംസ്കാരം നടത്തുന്നതിന് മുമ്പ് മൃതദേഹം അഥവാ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്ന മോർച്ചറിയാണ് എന്ത്? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ശവസംസ്കാരം അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡെഡ് ബോഡീസ് സൂക്ഷിച്ചു വെക്കുന്ന മോർച്ചറിയാണ് പ്രൈവറ്റ് മോർച്ചറി. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. പ്രൈവറ്റ് മോർച്ചറി കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത് വീട്ടിലുള്ള മരണങ്ങൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഡ് ബോഡീസ് സൂക്ഷിക്കാനാണ്. അതായത് വീട്ടിൽ വെച്ച് ചില മരണങ്ങൾ നടക്കില്ലേ, അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് എവിടെയാണ് സൂക്ഷിക്കുന്നത്? പ്രൈവറ്റ് മോർച്ചറിയിലാണ് സൂക്ഷിക്കുന്നത്. കേട്ടോ, വ്യത്യാസം മനസ്സിലായോ? വീട്ടില് വെച്ച് നടക്കുന്ന മരണങ്ങള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് എവിടെയാണ് സൂക്ഷിക്കുന്നത്? പ്രൈവറ്റ് മോർച്ചറിയിലാണ് സൂക്ഷിച്ച് കണ്ടുവരുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത്, unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infectious diseases. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയുടെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു. ഹോസ്പിറ്റൽ മോർച്ചറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസ് കൊണ്ട് മരിച്ച ആളുടെ മൃതദേഹങ്ങൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കില്ല. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എന്ത് സൂക്ഷിക്കും? ഏത് തരത്തില് എങ്ങനെയും മരണപ്പെട്ടതായിക്കോട്ടെ, ചിലപ്പോ രോഗം വന്ന് മരിച്ചതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ അപകടം മൂലം മരിച്ചതാകാം, അങ്ങനെ പല, അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ആവാം. അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ഒക്കെ വരെ സൂക്ഷിക്കാറുണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറിയില് പകർച്ചവ്യാധി മൂലം മരണപ്പെട്ട ഒരാളുടെ മൃതദേഹം സൂക്ഷിക്കാറില്ല. അങ്ങനെ ഒരു പ്രവണത കണ്ടുവരാറില്ല. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, then all private mortuaries are run by funeral homes. പിന്നെ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും എന്താണ്? ശവസംസ്കാര കേന്ദ്രങ്ങളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഫ്യൂണറൽ ഹോംസ് തന്നെയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. Then last one, private mortuaries are part of the external services of funeral homes. അതുപോലെ തന്നെ ഇത് പുറം സേവനങ്ങളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു. അതായത് എക്സ്റ്റേണൽ സർവീസ് ആണ് ഇത് കൊടുക്കുന്നത്, പ്രൈവറ്റ് മോർച്ചറി കൊടുക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ള ആളുകളാണ് കൂടുതലും പ്രൈവറ്റ് മോർച്ചറിയുമായിട്ട് അവർക്കാണ് കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്, അവർക്ക് സേവനങ്ങൾ കൊടുക്കുന്നതാണ് പുറത്തു നിന്നുള്ള ആൾ. അതായത് ഇതൊരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ടുള്ളതല്ല, സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മോർച്ചറിയാണ്. പുറം സേവനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഔട്ട്സൈഡിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ മോർച്ചറി പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ശവസംസ്കാരത്തിന് വേണ്ടി കാത്തുകിടക്കുന്ന മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. കൂടുതലും പ്രൈവറ്റ് മോർച്ചറിയിൽ വരുന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഡെഡ് ബോഡീസ് എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് നടക്കുന്ന മരണങ്ങളുടെ ഡെഡ് ബോഡീസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ട് ഡിസീസ്
വന്നിട്ടുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാറില്ല. പിന്നെ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എക്സ്റ്റേണൽ സർവീസ് നൽകുന്നുണ്ട്. ഇത്രയുമാണ് പ്രൈവറ്റ് മോർച്ചറിയെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ they come under the category either of funeral home or funeral parlor. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ഫ്യൂണറൽ ഹോം എന്നോ ഫ്യൂണറൽ പാർലർ എന്നോ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അങ്ങനെ പറയുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയൺമെന്റ്. നമ്മുടെ മോർച്ചറി എൻവയൺമെന്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, the mortuary occupancy register is updated precisely. അതായത് മോർച്ചറിയിലെ രജിസ്റ്റർ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം. അവിടെ വരുന്ന ഡെഡ് ബോഡീസ്, അത് ഏത് സമയമാണ് വന്നത്, എന്ത് കാരണം കൊണ്ടാണ് വന്നത്, അഡ്രസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഓരോ മൃതദേഹങ്ങൾ ചിലപ്പോൾ ഇടപെട്ടുള്ള സമയത്ത് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ അതിന്റെയൊക്കെ വെരിഫിക്കേഷൻ നടത്തണം. അത് ശരിയായിട്ടുള്ള രീതിയിൽ അതിന്റെ കാര്യങ്ങൾ, അതായത് രേഖകൾ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം, അതിന്റെ രജിസ്റ്റർ സൂക്ഷിക്കുകയും വേണം. രണ്ടാമത്തെ പോയിന്റ്, ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അതുപോലെ തന്നെ മോർച്ചറിയുടെ ടെമ്പറേച്ചർ ഉണ്ട്, അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിലാണ് അവിടെ മൃതദേഹങ്ങളൊക്കെ സൂക്ഷിക്കുക അല്ലെ. അത് എപ്പോഴും ഒബ്സർവ് ചെയ്യുകയും അതുപോലെ തന്നെ അത് നിലനിർത്തുകയും വേണം. മൂന്നാമത്തെ പോയിന്റ്, ക്ലീൻലിനെസ് ആൻഡ് ടിഡിനെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. അതുപോലെ തന്നെ ശുചിത്വം ഉണ്ടായിരിക്കണം. പിന്നെ ടിഡിനെസ് എന്ന് പറഞ്ഞാൽ വൃത്തിയാണ് കേട്ടോ. ഓക്കെ, അതായത് മോർച്ചറി ആണെന്ന് പറഞ്ഞിട്ട് ശരിയായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കരുത്. നല്ല രീതിയിൽ വൃത്തി ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ ശുചിത്വം പാലിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ്. അതുപോലെ തന്നെ മോർച്ചറിയുടെ സുരക്ഷ നിലനിർത്തണം. ഓക്കെ, മോർച്ചറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുരക്ഷ, പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തിയിരിക്കണം. കാരണം ഡെഡ് ബോഡീസ് ആണ് സൂക്ഷിച്ചു വെക്കുന്നത്, അപ്പോ അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷ ആവശ്യമാണ്. അപ്പൊ നമുക്കറിയാലോ, ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ, മർദ്ദനമൊക്കെ നടക്കുന്ന അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കാറുണ്ട് അല്ലെ. ബോഡി എന്തെങ്കിലും ഡാമേജ് ആക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. Then infection control standards and agendas are strictly sustained at all times. അതുപോലെ തന്നെ അണുബാധ നിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിക്കണം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അകത്ത് നിന്ന് പുറത്തേക്ക് അണുക്കൾ വ്യാപിക്കാനാണ് സാധ്യത അല്ലെ. മോർച്ചറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് എന്ത് ചെയ്യുക, ജെംസ് സ്പ്രെഡ് ചെയ്യുക അല്ലെ. അപ്പോ ഇൻഫെക്ഷൻ കൺട്രോൾ പോലുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മോർച്ചറിയുടെ എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ ഓട്ടോപ്സി ആണ് നോക്കുന്നത്. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്താ? പോസ്റ്റ്മോർട്ടം അല്ലേ? ഓക്കെ. Autopsy, literally meaning self-study of corpse, is carried out for clinical as well as medico-legal purpose. അതായത് ഓട്ടോപ്സി എന്ന് പറയുന്നത്, കോർപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൃതദേഹമാണ് അല്ലെ. മൃതദേഹത്തെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലെ. കോർപ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സെൽഫ് സ്റ്റഡി ആണ് കേട്ടോ ഓട്ടോപ്സി എന്ന് പറയുന്നത്. മൃതദേഹ പരിശോധന എന്ന് പറയും. ഓക്കെ, ഡെഡ് ബോഡീസിനെ പരിശോധിക്കുന്നതാണ് എന്ത്? ഡീറ്റെയിൽ ആയിട്ട് അതിനെ പരിശോധിക്കുന്നതിനെയാണ് ഓട്ടോപ്സി അഥവാ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? തല മുതല് പാദം വരെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമോ അല്ലെ? ഇല്ല, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല ഓട്ടോപ്സി ചെയ്യുമ്പോ.
ഒരാളുടെ ശരീരത്തിൽ എന്തൊക്കെയാ നടന്നിട്ടുള്ളതെന്ന് അറിയാൻ സാധിക്കില്ലേ നമുക്ക്? തല മുതല് കാൽപാദം വരെയാണ് എന്ത് ചെയ്യുക, കീറി മുറിക്കുന്നത് അല്ലെ. ദാറ്റ് ഈസ് മീൻ ബൈ ഓട്ടോപ്സി. അപ്പോ മൃതദേഹ പരിശോധന അല്ലെങ്കിൽ ഡെഡ് ബോഡി ചെക്ക് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, അത് പരിശോധിക്കുന്നതിനെ അല്ലെങ്കിൽ അതിന്റെ പഠനത്തെ നമുക്ക് ഓട്ടോപ്സി എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോ രണ്ട് രീതിയിലാണ് ഇത് നടത്തുന്നത്. ഒന്ന് എന്താ പറയാ, ക്ലിനിക്കൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതായത് ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും. രണ്ട്, നിയമപരമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. ഓക്കെ, രണ്ട് രീതിയിലും ഒന്ന് ചികിത്സാ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താം. അതുപോലെ തന്നെ ലീഗൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് എന്ത് നടത്താം, പോസ്റ്റ്മോർട്ടം നടത്താവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് പറയുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സി, ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി, is carried out to diagnose the disease which has led to the mortality when anti-mortem efforts have failed. അതായത് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നാണ് അതിനകത്ത് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോ മരണത്തിന് കാരണമായിട്ടുള്ള രോഗം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഓട്ടോപ്സി എന്തിനാ നടത്തുന്നത്? മരണ കാരണം അറിയുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി അതായത് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് ചിലപ്പോ എന്തെങ്കിലും രോഗം വന്നിട്ടായിരിക്കാം ആള് മരിച്ചിട്ടുണ്ടാവുക, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എന്താണ് മരണ കാരണം എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ഡെഡ് ബോഡീസിനെ ക്ലിനിക്കൽ ഓട്ടോപ്സി ആണ് ചെയ്യുക. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, അതായത് നമ്മുടെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്. രണ്ടും ഒരേ പ്രൊസീജിയർ തന്നെയാണെങ്കിലും അതിന്റെ ഉദ്ദേശം വേറെയാണ്, രണ്ടിന്റെയും ഉദ്ദേശം വേറെയാണ്. ഒന്ന് ചികിത്സാ സംബന്ധമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഒരു രോഗം വന്നിട്ടാണ് ആള് മരിച്ചിട്ടുള്ളതെങ്കിൽ ആ രോഗം എന്താണെന്ന് അല്ലെങ്കിൽ ആ രോഗാണു എന്താണെന്ന് കണ്ടെത്തുന്നതിനും എന്തുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചികിത്സ പരാജയപ്പെട്ടതെന്നും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം. അവിടെ ക്ലിനിക്കൽ ഓട്ടോപ്സി ലൂസ്ലി ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സിയെ പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയും. is carried out to diagnose the disease which has led to the mortality. ഒരാളെ മരണത്തിലേക്ക് നയിച്ച രോഗകാരി ഏതെന്ന് കണ്ടെത്താനും when anti-mortem efforts have failed. anti-mortem എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിച്ചിരിക്കുമ്പോൾ, മരണത്തിന് തൊട്ടു മുമ്പ്. ഓക്കെ, അപ്പൊ മരണത്തിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്ത ചികിത്സകൾ പരാജയപ്പെട്ടു എന്നറിയുന്നതിനും വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇപ്പോ നമ്മൾക്ക് ഒരു ഫെമിലിയർ അല്ലാത്തൊരു രോഗകാരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറസ് മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാക്ടീരിയ മൂലമോ ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ, ആ രോഗകാരി അല്ലെങ്കിൽ ആ രോഗാണുവിനെ അല്ലെങ്കിൽ ആ രോഗം ഇതുവരെ ഡയഗ്നോസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് ചിലപ്പോൾ ഒരു പനിയായിട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും റാഷസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഛർദിയോ തലകറക്കമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോ ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ രോഗി ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കൃത്യമായിട്ട് രോഗം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ രോഗം എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് കണ്ടെത്തണ്ടേ? വേണോ വേണ്ടയോ? ഒരു കാരണവുമില്ലാതെ ആരും മരിക്കില്ല അല്ലെ. ഓക്കെ, അപ്പോ ചില സമയത്ത് നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്യും, ഇന്ന രോഗമാണെന്ന് മനസ്സിലാകും. അപ്പൊ മരണം സംഭവിച്ചാലും കുഴപ്പമില്ല, കാരണം ഡോക്ടർക്ക് അറിയാം ഇതുകൊണ്ടാണ് ആള് മരിച്ചത്. പക്ഷെ ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും രോഗം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സിംറ്റംസോട് കൂടിയായിരിക്കാം രോഗി വരുന്നത്. പക്ഷെ ഡോക്ടേഴ്സിന് മരണകാരണം കണ്ടെത്താൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. ആ സമയത്ത് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തും. അപ്പൊ രോഗി മരിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ രോഗിക്ക് ആ സമയത്ത് കൊടുത്ത ട്രീറ്റ്മെന്റ് എന്തുകൊണ്ട് ഭരിച്ചില്ല എന്നുള്ള കാര്യവും അറിയാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പൊ അതാണ് ആ പോയിന്റിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നും കൂടി അതൊന്ന് വായിച്ചേ, അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആകും. Clinical autopsy, loosely termed as pathological autopsy, is carried out to diagnose the disease which has led to the mortality. മരണത്തിലേക്ക് നയിച്ച കാരണം എന്തെന്നറിയാനും when antemortem efforts have failed, മരണത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് ആ രോഗിക്ക് നൽകിയിട്ടുള്ള എഫേർട്ടുകൾ ഫെയിലിയർ ആയതിന്റെ കാരണവും അറിയാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? The next one, purpose of clinical autopsy. ഓട്ടോപ്സിയുടെ പർപ്പസ് എന്തൊക്കെയാണെന്ന്, ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ്, ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, to establish the nature of the disease which had led to death when antemortem attempts have failed. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മരണത്തിന് കാരണമായ രോഗത്തിന്റെ സ്വഭാവം കണ്ടെത്തുക, എന്തുകൊണ്ടാണ് രോഗി മരണപ്പെട്ടത്, എന്താണ് കാരണം എന്ന് കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ മരണത്തിന് തൊട്ടു മുമ്പ് ചികിത്സ പരാജയപ്പെട്ടതിന്റെ കാരണം കണ്ടെത്തുന്നതിനുമാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. അതാണ് അതിന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ രോഗത്തിന്റെ സ്വഭാവം, അതായത് മരിച്ച ആളുടെ രോഗത്തിന്റെ സ്വഭാവം കണ്ടെത്തുന്നതിനും മരണത്തിന് മുമ്പ് അദ്ദേഹത്തിന് കൊടുത്ത ചികിത്സകൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നറിയുന്നതിനും വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്താറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, to study pathology of the disease which has led to death even when the diagnosis has been established prior to death. അതായത് രോഗനിർണയം നടത്തിയാലും മരണമുണ്ടായ അല്ലെങ്കിൽ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കുക. അതായത് ചില കേസിൽ എന്ത് ചെയ്യാറുണ്ട്, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള കാരണം ചില സമയത്ത് കണ്ടെത്താനായിട്ട് പറ്റിയെന്ന് വരില്ല. രോഗം കണ്ടെത്തിയിട്ടുണ്ടാവും, ഇന്ന രോഗം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന്. പക്ഷേ അതിന്റെ ശരിയായിട്ടുള്ള കാരണം, ഏതൊക്കെ ബോഡി ഓർഗൻസിനെയാണ് അത് ബാധിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്താറുണ്ട്. ഓക്കെ, രോഗനിർണയം നടത്തിയാലും മരണമുണ്ടായ രോഗത്തിന്റെ കാരണം കണ്ടെത്താനും ക്ലിനിക്കൽ ഓട്ടോപ്സിയാണ് ചൂസ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് ആണ് മെഡിക്കോ ലീഗൽ ML ഓട്ടോപ്സി. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്ത് ഓട്ടോപ്സിയെ കുറിച്ചിട്ടാണ്? ഇത്രയും നേരം സംസാരിച്ചത് എന്ത് ഓട്ടോപ്സിയാണ്? രണ്ട് തരത്തിലുണ്ട്. ഇത്രയും നേരം സംസാരിച്ചത് എന്ത് ഓട്ടോപ്സിയെ കുറിച്ചിട്ടാ? ക്ലിനിക്കൽ ഓട്ടോപ്സി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ മെഡിക്കോ ലീഗൽ അഥവാ ML ഓട്ടോപ്സി ആണ്. അതെന്താണ് നമുക്ക് നോക്കാം. മെഡിക്കോ ലീഗൽ അഥവാ ML ഓട്ടോപ്സി is executed with the aim of providing answers to questions about the identity, cause of death, time of death, situations of death, etc., benefiting the law enforcing agencies to settle the crime. Okay, എന്താ ഇവിടെ പറയുന്നത്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത്? നിങ്ങൾക്ക് ഊഹിക്കാലോ, എന്തിനായിരിക്കും? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്തിനായിരിക്കും നടത്തുന്നത്? ചില ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? എന്തുമായി ബന്ധപ്പെട്ട്? ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടല്ലേ? അതായത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി നടത്തുന്നത് ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്തൊക്കെയാണത്? അതായത് ഐഡന്റിറ്റി, ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടി. നമ്മൾക്കറിയാലോ, അജ്ഞാത മൃതദേഹം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തിട്ടുള്ള ഡെഡ് ബോഡീസ് ഉണ്ട്. ചില ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടവരുടെയൊക്കെ ഡെഡ് ബോഡീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് നടത്താറുണ്ട്? ML ഓട്ടോപ്സി നടത്താറുണ്ട് അല്ലെ? ബോഡി
ഓട്ടോപ്സി ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ഓട്ടോപ്സി എന്ന് പറയുന്ന പ്രൊസീജിയർ നടത്തി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇത് പുരുഷനാണോ സ്ത്രീയാണോ, ഏത് ഏജ് വരും, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ ബോഡിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ, നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ലേ? ദാറ്റ് ഈസ് ഐഡന്റിഫൈഡ്. ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടി. ഇല്ലേ, പറ്റില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചില ബോഡീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല, അല്ലെ? ചില പൊള്ളലേറ്റിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ ഉണ്ടാവാം, അല്ലെ? അല്ലെങ്കിൽ ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള മൃതദേഹങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോ അവരെ ആളാരാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ഓട്ടോപ്സി നടത്താം. അപ്പൊ അതിലൂടെ നമുക്ക് എന്തൊക്കെയാ കിട്ടുന്നേ? ആള് മെയിൽ ഓർ ഫീമെയിൽ ആണോ എന്ന് അറിയാൻ സാധിക്കുന്നു, ഏകദേശം എത്ര ഏജ് വരും എന്ന് അറിയാൻ സാധിക്കുന്നു, അല്ലെ? പിന്നെ ബോഡിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതറിയാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങള് ML ഓട്ടോപ്സിയിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നു. ദാറ്റ് ഈസ് ഐഡന്റിഫൈ. ദെൻ കോസ് ഓഫ് ഡെത്ത്, മരണ കാരണം. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, എന്തുകൊണ്ടായിരിക്കാം, അല്ലെ? ചിലപ്പോൾ തലക്കടിയേറ്റിട്ടായിരിക്കാം മരിച്ചത്, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടാകാം മരിച്ചത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം മരണ കാരണം വരുന്നത്. അപ്പോ ആ ഒരു കോസ് ഓഫ് ഡെത്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടും ML ഓട്ടോപ്സി സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈം ഓഫ് ഡെത്ത്, മരണ സമയം, ഇല്ലേ? നമ്മള് ചില മൂവിയൊക്കെ കാണുമ്പോൾ അവർ പറയാറുണ്ട് ഇത്ര സമയത്തിനുള്ളിലായിരിക്കാം ഇയാൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. കേട്ടിട്ടില്ലേ? 12നും 1നും ഇടയിലായിരിക്കാം മരിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരു ഏകദേശ ടൈം പീരീഡ് പറയാറുണ്ട്, അല്ലെ? അപ്പോ മരണത്തിന്റെ സമയം അറിയുന്നതിന് വേണ്ടിയിട്ട്. ദെൻ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, അതായത് മരിക്കാനുണ്ടായ സാഹചര്യം. ഓക്കെ, അതായത് പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട്, മരണപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ തലക്ക് ചിലപ്പോ അടിയേറ്റിട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഓരോ പോലീസ് അതായത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള നിഗമനങ്ങൾ പറയാറുണ്ട്, അല്ലെ? ഇങ്ങനെയായിരിക്കാം മരണം സംഭവിച്ചത്. അപ്പൊ സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ML ഓട്ടോപ്സി നടത്താറുണ്ട്. ഓക്കെ, ഇനി ML ഓട്ടോപ്സി നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതായത് കൃത്യമായിട്ടും, അതായത് കുറ്റകൃത്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന്, അത് അന്വേഷിച്ച് ലീഗൽ അതോറിറ്റീസിന് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്, ML ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, അപ്പോ കുറ്റകൃത്യങ്ങൾ, അതായത് ഈ ML ഓട്ടോപ്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ, ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു? ലീഗൽ അതോറിറ്റീസിന് കൈമാറുന്നു. ലീഗൽ അതോറിറ്റീസ് എന്ന് പറയുമ്പോൾ അവിടെ പോലീസ് വരും, കോടതി വരും. അത്തരത്തിലുള്ള അതോറിറ്റീസ് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി നടത്തുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then purpose of ML ഓട്ടോപ്സി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്താണ് ഉദ്ദേശം, എന്താണ് ML ഓട്ടോപ്സിയുടെ ഉദ്ദേശം എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. ML ഓട്ടോപ്സി നടത്തുന്നതിന്റെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മരണ കാരണം ഉൾപ്പെടെ മരണരീതി മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്, അദ്ദേഹം മരിക്കാനിടയായിട്ടുള്ള സാഹചര്യം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ML ഓട്ടോപ്സിയാണ് ചെയ്യുന്നത്. Then രണ്ടാമത്തെ പോയിന്റ്, ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, അതായത് മരിച്ച ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്, ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ML ഓട്ടോപ്സി ചെയ്യും. ഓക്കെ, ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ മരിച്ച വ്യക്തി കേട്ടോ, മരിച്ച ആളെന്നാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, അതായത് മരണത്തിന് ശേഷം എത്ര സമയം കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ? ചില കേസിലൊക്കെ പറയാറുണ്ട്, അല്ലെ? എന്താണ്, മരിച്ചിട്ട് ഇത്രയും സമയമായി, ഇത്ര മണിക്കൂറുകളായി, അല്ലെങ്കിൽ ഇത്ര ദിവസം പഴകിയ ഡെഡ് ബോഡി ആണ് എന്ന് പറയാറില്ലേ? കേട്ടിട്ടില്ലേ? ഇത്ര ദിവസം പഴക്കമുള്ള ഡെഡ് ബോഡി ആണത്, അല്ലെ? അപ്പൊ മരിച്ചതിന് ശേഷം എത്ര സമയം കഴിഞ്ഞു എന്ന് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നാലാമത്തത്, ടു കളക്ട് ട്രേസ് എവിഡൻസ്, എന്താണ്? അതായത്
തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണത്? അതായത് ചില ഡെഡ് ബോഡീസിൽ നമുക്കറിയാം, ഇപ്പൊ കൊലപാതകം, മർദ്ദറൊക്കെ ആണെങ്കിൽ എന്ത് കിട്ടാറുണ്ട്? ചിലപ്പോ ആ മർദ്ദർ ആരാണ് ചെയ്തത്, അവരുടെ ബ്ലഡ് സാമ്പിളോ അല്ലെങ്കിൽ ഹെയറോ അല്ലെങ്കിൽ നഖമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെഡ് ബോഡീസിൽ നിന്ന് കിട്ടാറില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടോ? ഇമാജിൻ ചെയ്യുന്നുണ്ടോ ഞാനീ പറയുന്ന കാര്യങ്ങൾ? ഡെഡ് ബോഡി മനസ്സിൽ വരുന്നുണ്ടോ? ഡെഡ് ബോഡി മനസ്സിൽ വരണം, എന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ ചിരിക്കാൻ പറ്റുന്നതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഓക്കെ, അതേ വരുന്നുള്ളൂ അല്ലേ? അപ്പോ ചില ഡെഡ് ബോഡീസ് എന്ത് കിട്ടാറുണ്ട്? എവിഡൻസ് കിട്ടാറുണ്ട് അല്ലെ? ചിലപ്പോ പല്ലിന്റെ ഇടയിൽ നിന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ മരിച്ച ആള് ചിലപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അതായത് അദ്ദേഹത്തെ കൊന്ന ആളെ ചിലപ്പോ പഠിച്ചെന്ന് വരാം അല്ലെ? അപ്പൊ ചിലപ്പോ പല്ലിന്റെ ഇടയിൽ നിന്നൊക്കെ അയാളുടെ ബ്ലഡ് സാമ്പിൾ കിട്ടും, ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? ML ഓട്ടോപ്സി ചെയ്യാം. Then fifth one, reorganization of the crime scene. അതായത് തെളിവുകൾ ശേഖരിച്ച് ക്രൈം സീൻ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് ഇത്തരത്തിലാണ് അദ്ദേഹം മരിച്ചത്, ആ ഒരു ക്രൈം സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് കൊലപാതകത്തിന്റെ ഒരു കൊലപാതകമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സൂയിസൈഡ് ആണെങ്കിലോ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡിങ് വരെ, അതായത് അദ്ദേഹം മരിക്കാൻ തുടങ്ങി, അതായത് അദ്ദേഹം മരണത്തിന് മുമ്പ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, മരിക്കാനിടയുള്ള സാഹചര്യങ്ങൾ മൊത്തം എന്ത് ചെയ്യുന്നു? പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. എങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, ആ ഒരു സ്റ്റോറി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അത്തരത്തില് ഒരു റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ അല്ലെങ്കിൽ ക്രൈം സീൻ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ML ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ബോത്ത് ദ ഓട്ടോപ്സീസ് ഇസ് ദ സെയിം, ദേ ആർ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പാത്തോളജിസ്റ്റ് ആൻഡ് ML ഓട്ടോപ്സി ബൈ എ ഫോറൻസിക് എക്സ്പെർട്ട്. അതായത് ഈ രണ്ട് ഓട്ടോപ്സി, അതായത് നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി പറഞ്ഞു, അതായത് ഏതെങ്കിലും രോഗങ്ങൾ മൂലം മരിച്ച ആളുടെ പോസ്റ്റ്മോർട്ടമാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ML ഓട്ടോപ്സി എന്ന് പറയുന്നത് എന്തെങ്കിലും ദുർബല സാഹചര്യങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓട്ടോപ്സി. ആക്സിഡന്റ് ആവാം, സൂയിസൈഡ് ആവാം, അല്ലെങ്കിൽ എന്താ പറയാ അൺയൂഷ്വൽ ഡെത്ത് ആകാം, അല്ലെങ്കിൽ മർഡർ ആകാം. ഇതൊക്കെ ML ഓട്ടോപ്സിയുടെ കീഴിലാണ് വരുന്നത്. പക്ഷെ ഈ രണ്ട് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ അതിന് സെയിം ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. രണ്ട് മൃതദേഹങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഒരേപോലെയാണ്, രീതിക്ക് വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഒരേ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ തല മുതൽ പാദം വരെ, കാൽപാദം വരെ കീറി മുറിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോ ക്ലിനിക്കൽ ആയാലും ML ആണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ് പ്രൊസീജിയേഴ്സ് നടത്തുന്നത്. പക്ഷെ അതിന്റെ ഉദ്ദേശം വേറെയാണ്. ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നതിന്റെ ഉദ്ദേശവും ML ഓട്ടോപ്സി നടത്തുന്നതിന്റെ ഉദ്ദേശവും രണ്ടും രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്. ML ഓട്ടോപ്സി ആകുമ്പോൾ അതിന് കുറച്ച് ലീഗൽ അല്ലെങ്കിൽ എന്താ പറയാ കോടതിയുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ എവിഡൻസ് ശേഖരിക്കാനും അത് അതോറിറ്റീസിന് കൈമാറാനുമാണ് ML ഓട്ടോപ്സി നടത്തുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ മരണകാരണം എന്തെന്ന് കണ്ടെത്തുന്നതിലും എന്താണ് അത് ഫെയിലിയർ ആയ ആ ഒരു രോഗി മരിക്കാനിടയായ സാഹചര്യം എന്താണെന്ന് കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. ഓക്കെ, അപ്പോ രണ്ടും സെയിം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആണെങ്കിലും രണ്ടിനും രണ്ട് ഉദ്ദേശങ്ങളാണ് ഉള്ളത്. പിന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആണ്. ഓക്കെ, പാത്തോളജിസ്റ്റ് ആണ് അത് നടത്തുന്നത്, ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. എന്നാൽ ML ഓട്ടോപ്സി നടത്തുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. ഓക്കെ, ഫോറൻസിക്കിന്റെ സഹായം എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ സിനിമയിലൊക്കെ? ഫോറൻസിക് എക്സ്പേർട്ട് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? എവിഡൻസും മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നത്? ശേഖരിക്കുന്നത്. അപ്പൊ ഫോറൻസിക് എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഇതാണ് ഈ ഒരു ML ഓട്ടോപ്സി നടത്തപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഈ ചാപ്റ്റർ? ഡെഡ് ബോഡി മൊത്തം മനസ്സിൽ വന്നല്ലേ? നല്ല ചാപ്റ്റർ ആയിരുന്നു.
പേടിയായോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും പേടിയായോ? പേടിയൊന്നും ആയില്ലല്ലേ? എന്നാലും നമുക്ക് അധികം ഇഷ്ടമല്ല അല്ലെ ഇത് ഡെഡ് ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധിക കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് അല്ലെ? നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ഏരിയയാണ്, പേടിയാണ്. എനിക്ക് പേടിയാണ് കേട്ടോ. എന്നാലും ക്ലാസ് എടുത്തല്ലേ പറ്റുള്ളൂ. എനിക്ക് മുഴുവനും ക്ലാസ് എടുക്കുമ്പോ അത് മൊത്തം ഡെഡ് ബോഡി മാത്രമായിരുന്നു മനസ്സിൽ. അങ്ങനെ കേൾക്കുമ്പോ എന്താ പോലെ അല്ലെ? പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്ക് പഠിക്കണ്ടേ? ഇപ്പൊ ഒരു ബേസിക് ഐഡിയ കിട്ടിയില്ലേ? ഡെഡ് ബോഡി മോർച്ചറിയൊക്കെ സംബന്ധിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടി അല്ലെ? ജോലി ചെയ്യുന്നവരല്ലേ? ഉറങ്ങുന്നതിൽ ഡെഡ് ബോഡി ആണോ? ഉറക്കം വരുമ്പോ ഡെഡ് ബോഡി കാണുന്നുണ്ടോ? ഓക്കെ, രാത്രി ആരും പേടിച്ച് പോരുത് കേട്ടോ, ഇത് ഓർത്തുകൊണ്ട്. വായിച്ചിട്ട് അപ്പൊ തന്നെ അടച്ചു വയ്ക്കുക. കൂടുതൽ നേരം ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. അർദ്ധരാത്രി ഇതിരുന്ന് വായിക്കാൻ നിൽക്കരുത് കേട്ടോ. പേടി ഉണ്ടാവില്ല, എന്നാലും പറഞ്ഞാണ് ചില ആളുകൾക്ക്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഈസി ചാപ്റ്റർ ആണ് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ വരുന്നത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അപ്പൊ നമുക്ക് തറയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാവില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം അല്ലെ? ഇമ്പോർട്ടന്റ് നോട്ട്സ് വേണോ അല്ലെ? ലബോറട്ടറി തന്നു അല്ലെ? തരാം. ലാസ്റ്റ് തുടങ്ങി പറയാം. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി നോട്ട് ചെയ്ത് വെക്കുക. Then clinical autopsy is performed by the pathologist and ML autopsy by a forensic expert. അത് അണ്ടർലൈൻ ചെയ്യാം. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി അടയാളപ്പെടുത്തുക. 5 പോയിന്റ് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഞാൻ ഒന്നും കൂടി പറയാം. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി ഉണ്ടല്ലോ, ലാസ്റ്റ് പേജ് നോക്കിയ നിങ്ങൾ, ഏറ്റവും ലാസ്റ്റ് പേജ് ആണ് കേട്ടോ പറയുന്നത്. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി അടയാളപ്പെടുത്തുക, 5 പോയിന്റ്. അതിനുശേഷം അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ദ പാത്തോളജിസ്റ്റ് ആൻഡ് ML ഓട്ടോപ്സി ബൈ എ ഫോറൻസിക് എക്സ്പെർട്ട്. അതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടയാളപ്പെടുത്തിയോ? പിന്നെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത് എക്സെട്ര. അതൊന്ന് അടയാളപ്പെടുത്തുക കേട്ടോ. മെഡിക്കോ ലീഗൽ ML ഓട്ടോപ്സി ഈസ് എക്സിക്യൂട്ടഡ് വിത്ത് ദ എയിം ഓഫ് പ്രൊവൈഡിംഗ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻസ് ഓഫ് ഡെത്ത്.
ഓക്കെ. അടയാളപ്പെടുത്തിയോ? ഇനി അടുത്തത് ഓട്ടോപ്സി എന്താണെന്നും ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണെന്നും അടയാളപ്പെടുത്തുക കേട്ടോ. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് is carried out for clinical as well as medico-legal purposes. അത് നോട്ട് ചെയ്യുക. അതിന്റെ താഴെയായിട്ട് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് കൂടി ഉണ്ട്, അതും നോട്ട് ചെയ്യുക. ചെയ്തോ? Then types of മോർച്ചറിയില് ഹോസ്പിറ്റൽ മോർച്ചറിയില് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താ വിളിക്കുക? അത് അടയാളപ്പെടുത്തുക കേട്ടോ. സാലറീഡ് പേഴ്സണൽ എന്താ വിളിക്കുക? മോർട്ടീഷ്യൻസ് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. അത് അടയാളപ്പെടുത്തുക കേട്ടോ. പിന്നെ പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും. പോസിറ്റീവ് ടെമ്പറേച്ചർ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, നോട്ട് ചെയ്തോ? പിന്നെ COPP എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദ കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. അതിന്റെ ഫുൾ ഫോം ചോദിക്കുക. പിന്നെ സ്പേസ് റിക്വയർമെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് ചോദിക്കുക. 6 to 8 സ്ക്വയർ ഫീറ്റ് കേട്ടോ. ഓക്കെ, then നോൺ മെഡിക്കോ ലീഗലിന് എക്സാമ്പിൾ ചോദിക്കുക. ഏതന്നിട്ടില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ മെഡിക്കോ ലീഗൽ ആൻഡ് നോൺ മെഡിക്കോ ലീഗൽ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോ ചോദിക്കാം, സാധ്യതയില്ല, എന്നാലും നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നോൺ മെഡിക്കോ ലീഗലിനും എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലേ ഞാൻ ഹരിത ക്ലാസ്സില്? മെഡിക്കോ ലീഗലിന് എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്? മെഡിക്കോ ലീഗൽ ഓർത്ത് നോക്കിയ മെഡിക്കോ ലീഗൽ ആക്സിഡന്റ്, സൂയിസൈഡ്, അൺയൂഷ്വൽ ഡെത്ത് അല്ലേ? നോൺ മെഡിക്കൽ ലീഗൽ ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഓൾഡ് ഏജ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, ഓർമ്മയുണ്ട്, നല്ല പിള്ളേരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ മൈക്ക് ഓൺ ചെയ്യട്ടെ, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ലെയിം ചെയ്യപ്പെടാത്ത ഡെഡ് ബോഡീസ് എത്ര മണിക്കൂറിന് ശേഷമാണ് അടക്കം ചെയ്യുന്നത്? ആ മണിക്കൂർ എത്രയാണെന്ന് ചോദിക്കാം. 72 hours. 72 hours. വെരി ഗുഡ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം. പിന്നെ ഇൻട്രൊഡക്ഷനില്
അനില ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ. അനില, വിദ്യ, രണ്ടുപേരും മ്യൂട്ട് ചെയ്യൂ. അനില, വിദ്യ, അനില മ്യൂട്ട് ചെയ്യൂ കേട്ടോ. നോട്ട് ചെയ്തു. ആ പിന്നെ നീഡ് ഫോർ മോർച്ചറിയില് രണ്ടാമത്തെ പോയിന്റ് ഉണ്ടല്ലോ, precisely planned mortuary complex is beneficial to all those. അനില ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. നീഡ് ഫോർ മോർച്ചറിയിലെ രണ്ടാമത്തെ പോയിന്റ്, a precisely planned mortuary complex is beneficial to all those who come in contact with police, doctors, medical students, staff and relatives of the dead. അതായത് ഈ ഒരു മോർച്ചറി കോംപ്ലക്സ് എന്ന് പറയുന്നത് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ് എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ എഴുതുക? എന്തൊക്കെയാണ്? പോലീസ് ഉണ്ട് അല്ലെ, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്. അപ്പൊ ഏതെങ്കിലും ഒക്കെ ഒന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് ചോദിക്കുവോ? ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് അത് ചോദിക്കുവോ? ആ പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ 72 മണിക്കൂർ എന്നുള്ളത് പറഞ്ഞില്ലേ? മാത്രമേ ഉള്ളൂ. അതല്ല ആ പോയിന്റ്സ് ചോദിക്കുവോ? പോയിന്റ്സ് ആയിട്ട് വരും. അത്രയും വലിയ പോയിന്റ്സ് ഒന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ദ ടേം മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മോർഗ് തന്നെയാണോ കൊടുത്തിരിക്കുന്നത്? എങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ഇതുപോലെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ് അല്ലേ? മോർക്ക് എന്നാ കൊടുത്തേക്കുന്ന? മോർക്ക് അതിന്റെ മീനിങ് ചോദിക്കാം കേട്ടോ. മീനിങ് ചോദിക്കാം. കൂടാതെ ഏത് വേർഡ് ആണെന്ന് ചോദിക്കാം. ഫ്രഞ്ച് വേർഡ് ആണോ, ഗ്രീക്ക് വേർഡ് ആണോ, ലാറ്റിൻ വേർഡ് ആണോ? ഏത് വേർഡാ? ഏത് വേർഡാ മോർഗ്? ഫ്രഞ്ച് വേർഡ്. പിന്നെ അതിന്റെ അർത്ഥം ടു സോളംലി, ടു ഡിഫീ അല്ലേ? ആ ഓക്കെ. അത് ചിലപ്പോ ചോദിക്കാം. അപ്പൊ അത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കാം. 3 പോയിന്റും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്താ ഫംഗ്ഷൻ ഏരിയാസിലെ പാർക്കിംഗ് വിത്ത് കവേർഡ് അതൊക്കെ ചോദിക്കുവോ? ഫംഗ്ഷൻ ഏരിയാസില് പാർക്കിംഗ് ഞാൻ വിത്ത് പറഞ്ഞു അത് കവേർഡ് ഇമ്പോർട്ടന്റ് ആണെന്ന്? അല്ല ചോദിക്കുവോ? കാണും എക്സാമിന് അതൊക്കെ? ചിലപ്പോ ചോദിക്കാം. ഞാനത് പറഞ്ഞിട്ടില്ല. ചിലപ്പോ ചോദിക്കാം. എല്ലാരും വായിച്ചു വെക്കണം നിങ്ങൾ കേട്ടോ. ഞാനിപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് മാത്രം പഠിക്കാൻ നിൽക്കരുത്. ബാക്കിയുള്ളത് വായിച്ചു പോണം. പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിന് ഇമ്പോർട്ടൻസും കൊടുക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക കേട്ടോ. അതിനകത്ത് നമ്മള് ഡയമെൻഷൻസ് പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറിന്റെ അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റിൽ 6 to 8 സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് നോക്കി വയ്ക്കും. ഓക്കെ. അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലേബർ റൂം എടുക്കാം. പുതിയ ചാപ്റ്റർ ലേബർ റൂം. താങ്ക് യു മാം. താങ്ക് യു. Okay, thank you. Thank you so much.